വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയതുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു വെളിച്ചമാണ്. തിരുവചനം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. നമ്മുടെ കർത്താവായ യേശു വെളിച്ചമാണ്. യേശു കർത്താവ് ഗലീല എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഗലീലയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഇരുട്ടിൽ ഇരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചത് യേശുവിന് പകരമായി ഈ തലമുറയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ്. ദൈവം നിങ്ങളുടെ അകത്തുണ്ട്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. വചനമുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് ഇരുട്ടിൽ പ്രകാശിക്കാനാണ്. ഇരുട്ടിൽ പ്രകാശിക്കാൻ ദൈവം നിങ്ങളാക്കി വച്ചിരിക്കുകയാണ്. എന്താണ് ഇരുട്ടെന്നറിയാമോ? നമ്മളൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്, അല്ലേ? അങ്ങനെ തന്നെ യേശു പറഞ്ഞത്, വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിനെ എങ്ങനെ തിരിച്ചറിയാം? ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലൂടെ, ഇരുളിൻ്റെ പ്രവൃത്തികളിൽ വെളിപ്പെട്ടു വരുന്ന ഫലങ്ങളിലൂടെ നമുക്കിരുട്ടിനെ കാണാം. അതൊരു സ്വഭാവമാണ്. ദിവ്യ സ്വഭാവമെന്നും ജഡ സ്വഭാവമെന്നൊക്കെ ബൈബിളിൽ വെളിച്ചത്തെയും ഇരുളിനെയും കുറിച്ച്, അതിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങളുടെ അകത്ത് വചനമുണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. നിങ്ങളോടൊരാൾ ശകാരിച്ചാൽ നിങ്ങൾ തിരിച്ച് മൗനം പാലിക്കുന്നത് വെളിച്ചമാണ്. നിങ്ങളോടൊരാൾ ദോഷം പ്രവർത്തിച്ചാൽ നിങ്ങൾ തിരിച്ച് ദോഷം പ്രവർത്തിക്കാതെ ശാന്തമാകുന്നത് വെളിച്ചമാണ്. ദിവ്യ സ്വഭാവമാണ് വെളിച്ചം. വെളിച്ചത്തിൻ്റെ ഫലം കൊണ്ടാണ് നാം വെളിച്ചത്തെ അളക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ചുറ്റുപാടോ സമൂഹത്തിലോ ഒക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ തളർത്തുന്ന, തകർക്കുന്ന സ്വഭാവങ്ങളുള്ളവർ ഉണ്ടാകാം. അത് ഇരുട്ടിനെ കാണിക്കുകയാണ്. നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്നത്? നിങ്ങൾ വെളിച്ചമാണെന്നേ. നിങ്ങളൊക്കെ പ്രകാശിച്ചാൽ മതി, ഇരുട്ട് മാറിക്കോളും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ സ്നേഹിച്ചാൽ മതി, ക്ഷമിച്ചാൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി, ഇരുട്ട് മാറിക്കോളും. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. ഇരുട്ട് മുന്നിലുണ്ട് എന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. വെളിച്ചം ഇന്നുവരെ ഭയപ്പെട്ടിട്ടില്ല. വെളിച്ചത്തെ കണ്ട് ഇരുട്ട് ഓടിപ്പോയ ചരിത്രമേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ട്. പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങൾ സംസാരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. നിങ്ങളൊന്ന് കരം കൊടുത്താൽ മതി. ആ വിഷയത്തിൻ്റെ നടുവിൽ ഒരു ശാന്തതയുണ്ടാകും. നിങ്ങളിലാണ് വെളിച്ചമിരിക്കുന്നത്. നിങ്ങൾ തന്നെ മുൻപോട്ട് ചുവട് വയ്ക്കണം. നിങ്ങൾ യേശുവിൻ്റെ സ്ഥാനാപതികളാണ്. ക്രിസ്തുവിന് പകരം നിൽക്കുകയാണ്. വെളിച്ചമാകാം. ഇരുളിൽ വെളിച്ചമായി ഈ തലമുറയിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.